മാസപ്പടി കേസിൻ്റെ അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി. ജസ്റ്റിസ് രാജ വിജയരാഘവൻ്റെ ഡിവിഷൻ ബെഞ്ചിൻ്റെ തീരുമാനമാണ്. ഒരു നിയമ തടസ്സവും ഇല്ല. അതിനകത്ത് ഒരു ഷെഡ്യൂൾ ഒഫൻസ് ഇല്ലെന്നുള്ള വാദം കോടതി അംഗീകരിച്ചില്ല. കാരണം ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്ന വിവരങ്ങൾ അതിനകത്ത് തുടക്കത്തിൽ നമുക്കറിയാം. അതിനകത്ത് ആദ്യത്തെ സമയത്ത് ടാക്സിന് ഒരു പെനാൽറ്റി അടച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിരുന്നു വീണ വിജയനും മറ്റും. പക്ഷേ അതിനകത്ത് ചില ഒഫൻസുകൾ അവർ കണ്ടെത്തി. അത് കഴിഞ്ഞപ്പം SFIO ആ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു. SFIയുടെ അന്വേഷണം അതിനകത്ത് കഴമ്പുണ്ടെന്ന് കഴിഞ്ഞപ്പം ആ കേസിൻ്റെ അന്വേഷണം ED ഏറ്റെടുത്തു. ഇപ്പോൾ ED ആണ് ആ കേസിൻ്റെ അന്വേഷണം നടക്കുന്നത്. EDക്ക് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ അവസരം ലഭിച്ചില്ല. സിംഗിൾ ബെഞ്ചിൽ അവിടെ SFIയുടെ ഒരു കുറ്റച്ചാർജ് കിടപ്പുണ്ടായിരുന്നു. അത് CMRL അത് സ്റ്റേ ചെയ്തിരുന്നു. സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം സ്റ്റേ വെക്കേറ്റ് ചെയ്തു. വെക്കേറ്റ് ചെയ്തതിന് അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് ED എത്തി. വർഷങ്ങളായി EDക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല വീണ വിജയൻ്റെ. അവർ വന്ന് അദ്ദേഹം താമസിക്കുന്ന മുൻ മുഖ്യമന്ത്രി താമസിക്കുന്ന തിരുവനന്തപുരം പാളയത്തുള്ള വാടക വീട്ടിൽ തന്നെയായിരുന്നു വീണ വിജയനും. മുഖ്യമന്ത്രിയുടെ ഒപ്പം നിത്യസഞ്ചാരിയായിട്ടായിരുന്നു വീണ വിജയൻ പൊയ്ക്കൊണ്ടിരുന്നത്. Z+ കാറ്റഗറിയുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് ED ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ ചോദ്യം ചെയ്യാനോ സാധിക്കില്ലാത്തതുകൊണ്ടാണ് വീണ വിജയൻ ഒരു കവറ് പിതാവിൻ്റെ ഒപ്പം എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് അവരുടെ സ്റ്റേ തള്ളിയോടുകൂടി ഡിവിഷൻ ബെഞ്ചിലേക്ക് 2-3 ദിവസം കൂടെ വെള്ളി, ശനി, ഞായർ ഉള്ളത് കൊണ്ട് പോകാനായിട്ട് CMRന് കഴിഞ്ഞില്ല. എങ്കിലും അത് 27-ാം തീയതി തിരുവനന്തപുരത്ത്, 26-ന് സിംഗിൾ ബെഞ്ച് അത് അവരെ അപേക്ഷ തള്ളി. 27-ന് തിരുവനന്തപുരത്ത് വീണ വിജയൻ്റെ വസതിയിലെ ED എത്തി. അവരെ രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 2:45 വരെ ചോദ്യം ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് പോയ ആ ED ജീവനക്കാരെയും ആക്രമിക്കുകയും അവരെ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും അവരുടെ അണികളുമായിരുന്നു. അത് വലിയ വിവാദമായി. അതിന് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കേസെടുത്തിട്ടുണ്ട്. 26 പേരോളം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേതാക്കന്മാരാരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിനകത്ത് ഏരിയ കമ്മിറ്റി ലെവലിലുള്ള IP ബിനുവിൻ്റെ മുകളിലോട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. താഴെയുള്ള സാധാരണ പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ആർക്കും ലാഭം ചെയ്യിച്ചിട്ടില്ല. അതുകൊണ്ട് മ്യൂസിയം പോലീസ് ഏകദേശം 200ഓളം ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 300ഓളം ആൾക്കാർ അവിടെ അക്രമത്തിനുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അവരെല്ലാം അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ED ജീവനക്കാരെ ആക്രമിച്ചതും അവരെ വാഹനം അടിച്ചു തകർത്തതിനും, മറ്റൊന്ന് അവിടെ ഈ അക്രമം തടയാൻ ശ്രമിച്ചവർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച ഒരു SFIക്കാരനെതിരായിട്ട് ഒരു കേസ്. ഇതാണ് അവിടെ ഉണ്ടായത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ED വീണ വിജയന് നോട്ടീസ് ഉടൻ കൊടുക്കും. EDയുടെ ഡയറക്ടർ ഡൽഹിയിൽ നിന്ന് അവിടെ വന്നിട്ടുണ്ട്, രാഹുൽ. അദ്ദേഹം വേണ്ട ഡയറക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അടിയന്തരമായി തീർച്ചയായിട്ടും നോട്ടീസ് കൊടുക്കും വീണ വിജയന്. അവരെ ചോദ്യം ചെയ്യും, അവരെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യും. എങ്ങനെയാണ് അവർക്ക് ഈ കരിമണൽ കർത്തായുമായി അവർക്ക് അടുപ്പം? ആരാണ് അവരുടെ സർവീസിന് ആവശ്യപ്പെട്ടത്? എങ്ങനെയാണ് ആ ബന്ധം ഉണ്ടായത്? എങ്ങനെയാണ് കരിമണൽ കർത്തായെ വീണ വിജയന് പരിചയം? ആരാണ് അവർ തമ്മിൽ ബന്ധപ്പെടുത്തിയത്? ഈ കാര്യങ്ങളൊക്കെ ഉത്തരം പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ അവർ ഈ പണം ലഭിച്ചിട്ട് ഈ പണം എങ്ങോട്ട് പോയി, ആർക്ക് കൊടുത്തു? അന്വേഷണം അങ്ങോട്ട് വിപുലീകരിക്കേണ്ടി വരും. ഇവരെ കൈവന്ന പണം എങ്ങോട്ട് പോയി? അതിനകത്ത് ഒത്തിരി ഷേഡി ട്രാൻസാക്ഷനൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇവർ
അവരുടെ ഒരു സിസ്റ്റർ കൺസേണിൽ നിന്ന് കുറച്ച് 50 ലക്ഷം രൂപ ലോൺ എടുത്തുന്നു. ഇവർക്ക് കരിമണൽ കർത്താവ് കൊടുത്ത പ്രതിമാസം കൊടുത്ത 8 ലക്ഷം രൂപയിൽ നിന്ന് ആ ലോൺ പിടിച്ചെന്നും ഒക്കെയുള്ള കഥകൾ അവിടെ കിടക്കട്ടെ. എന്തിനാണ് ഇവർക്ക് പണം കൊടുത്തത്? കൊടുത്ത പണം എങ്ങോട്ട് പോയി, ആരെടുത്തു? കരിമണൽ കർത്തായുടെ മകൻ്റെ ഓഫീസൂടെ റെയ്ഡ് ചെയ്തപ്പം അവിടെ ചില വിദേശ ട്രാൻസാക്ഷനൊക്കെ കണ്ടിരിക്കുന്നു. വീണ വിജയൻ്റെ മണിയുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെയുണ്ട്. അതിനകത്ത് നിന്ന് വിദേശത്തേക്ക് പണം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നത്തിലോട്ട് തന്നെ പോകും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വിദേശത്തേക്ക് പണം പോയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ഒരു ഒഫൻസിലേക്കാണ് അതിൽ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ 1999 പരിധിയിലേക്ക് വരും. വിദേശത്തെ അങ്ങോട്ട് ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി പണം പോയിട്ടുണ്ടെങ്കിൽ, വിദേശ എക്സ്ചേഞ്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ 2,78 ലക്ഷം രൂപ എന്ത് ചെയ്തു എന്നുള്ള ഉത്തരം അവർ പറയേണ്ടി വരും. പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു അറസ്റ്റിലേക്ക് നീങ്ങും, അവരെ റിമാൻഡ് ചെയ്യും. അതേസമയത്ത് ഇതിനകത്ത് മറ്റൊരു രീതി ഞാൻ ചിന്തിക്കുന്നത്, വിദേശ ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ചില ട്രാൻസാക്ഷൻ കരിമണൽ കർത്തായുടെ മകനും ഇവരും വീണ വിജയനും തമ്മിൽ അവരുടെ സ്ഥാപനം തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ പരിധി വന്നാൽ ഫോറിൻ എക്സ്ചേഞ്ച് അനധികൃതമായി ആര് നടത്തിയാലും NIA വരും എന്നാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത്. എന്തായാലും തൽക്കാലം ഇഡിയുടെ അന്വേഷണം അത് കാര്യമായി പുരോഗമിക്കുമ്പം ഒരാഴ്ചക്കുള്ളിൽ അവരെ ചോദ്യം ചെയ്യും, അവർക്ക് നോട്ടീസ് കൊടുക്കും, അവരെ വിശദമായി ചോദ്യം ചെയ്തും ആ പണം അവരെ എങ്ങോട്ട് അയച്ചു, ആർക്ക് കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവർ കൊടുക്കേണ്ടി വരും. അതിനകത്ത് പണം കൈപ്പറ്റിയവരെ, ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് മാറ്റിയവരെ അവരെയൊക്കെ വിശദമായി ED ചോദ്യം ചെയ്യും. അതുകൊണ്ട് അവർക്ക് തൃപ്തികരമായ ഒരു ഉത്തരം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്ടിൻ്റെ ബേസിക്കായ പ്രിൻസിപ്പിളും നമുക്കറിയാം. അതുകൊണ്ട് ഒരു അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്.